പാകിസ്ഥാനിലെ തീവ്ര യാഥാസ്ഥിതിക പുരോഹിതർ വീണ്ടും മെഡിക്കൽ സയൻസിനെ നോക്കുകുത്തിയായി പരിഹസിച്ചിരിക്കുന്നു. മാസം തികയാതെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള രാജ്യത്തെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് പുരോഹിതന്മാർ അനിസ്ലാമികമായി കണക്കാക്കി അതിനെ അടച്ചുപൂട്ടിയിരിക്കുന്നു. കറാച്ചിയിലെ ഒരു ആശുപത്രിയിലെ മുലപ്പാൽ ബാങ്കിന് ഇക്കഴിഞ്ഞ ഡിസംബറിൽ പ്രാദേശിക ഇസ്ലാമിക് സെമിനാരിയുടെ പ്രവർത്തനത്തിന് മതപരമായ അംഗീകാരം വരെ അവർ വാങ്ങിച്ചതാണ്. എന്നിരുന്നാലും ജൂണിൽ ബാങ്ക് തുറന്നതിനെ തുടർന്ന് പെർമിറ്റ് പിൻവലിക്കപ്പെട്ടു. അത് അടച്ചുപൂട്ടാൻ നിർബന്ധിതവുമാക്കി. പാകിസ്ഥാനിൽ ആദ്യമായി ആരംഭിച്ച മുലപ്പാൽ ബാങ്ക് അങ്ങനെ അടച്ചുപൂട്ടി. ഒരേ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾ തമ്മിൽ ഭാവിയിൽ വിവാഹിതരായാൽ അനിസ്ലാമികമാകും എന്ന് വിലയിരുത്തിയാണത്രേ ഗവൺമെന്റിന്റെ നാഷണൽ കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജി ബാങ്കിനെ എതിർത്തത്. വിവാഹങ്ങളുടെ പ്രശ്നം സങ്കീർണമാക്കാതിരിക്കാൻ ദാതാക്കൾ ആരാണെന്ന് കുട്ടിയുടെ കുടുംബം അറിഞ്ഞിരിക്കണം എന്ന കൗൺസിലിലെ ഗവേഷണ മേധാവി ഇനാമുള്ള AFPയോട് പറഞ്ഞിരുന്നു. ബാങ്ക് വീണ്ടും തുറക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും അതിൽ പ്രതീക്ഷയുണ്ട് എന്നും ഡോക്ടർമാരും ദേശീയ ഇസ്ലാമിക് കൗൺസിലും പറയുന്നുണ്ട്. കറാച്ചിയിലെ ആശുപത്രിയിലാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് തുറന്നത്. ഡിസംബറിൽ പ്രവിശ്യ ഇസ്ലാമിക് കൗൺസിൽ മതപരമായ അംഗീകാരം നൽകിയെങ്കിലും ബാങ്ക് തുറന്ന ജൂണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംഗീകാരം പിൻവലിക്കുകയും പിന്നാലെ ബാങ്ക് പൂട്ടേണ്ടി വരികയുമായിരുന്നു. മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങളുടെ അതിജീവനത്തിനുള്ള മാർഗങ്ങളിൽ ഒന്ന് ഈ മുലപ്പാൽ ആണെന്ന് ബാങ്ക് ആരംഭിച്ച സിന്ധ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് നിയോനറ്റോളജി ആശുപത്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഡോക്ടറുമായ ജമാൽ റാസ പറഞ്ഞിരുന്നതാണ്. മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഈ പാല് നൽകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. UN ചിൽഡ്രൻസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് പാകിസ്ഥാനിലെ നവജാത ശിശു മരണ നിരക്ക് 1000 ജനങ്ങളിൽ 39 എന്നോർക്കണം. ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ എന്നും നാം ഓർക്കേണ്ടതാണ്. നേരത്തെ മുലപ്പാൽ ബാങ്കിന് ഒരു പ്രവിശ്യ ഇസ്ലാമിക ഉപദേശക സമിതി ജാമിയ ദാറുൽ ഉലൂം 2023 ഡിസംബറിൽ മെഡിക്കൽ സൗകര്യത്തെ പിന്തുണച്ച ഫത്വ പുറപ്പെടുവിച്ചപ്പോൾ അംഗീകരിച്ചിരുന്നു. എന്നാലും ഗവൺമെന്റിന്റെ നാഷണൽ കൗൺസിൽ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജി പിന്നീട് ഇത് ഇസ്ലാമിക ബന്ധുത്വ കോഡുകളുടെ ലംഘനമാകുമെന്ന ആശങ്ക ഉയർത്തിക്കാട്ടി ഇത് ഒരേ സ്ത്രീക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും മുലയൂട്ടാൻ കഴിയില്ല എന്നാണത്രേ അതിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഇത്തരം കുടുംബങ്ങൾ തമ്മിലുള്ള ഭാവി വിവാഹങ്ങളുടെ പ്രശ്നം സങ്കീർണമാക്കാതിരിക്കാൻ ദാതാക്കൾ ആരാണെന്ന് കുട്ടിയുടെ കുടുംബം അറിഞ്ഞിരിക്കണം എന്നാണ് ഈ കൗൺസിലിലെ ഗവേഷണ മേധാവി AFPയോട് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക വിരുദ്ധമെന്ന് പറഞ്ഞ പണ്ഡിതർ അടച്ചുപൂട്ടിയ ഈ പ്രവൃത്തിയെ വിവരക്കേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.